ചിലപ്പോൾ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. എന്ത് വിചാരിച്ചാലും എനിക്കൊരു ഗോളില്ല. അവനടുത്ത് വരുവാ, ഞാൻ ഓടിയാലോ, പണിയിട്ടോ. ഇതൊക്കെ ചെയ്യുന്നത് വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ 2016 സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലിന് വേണ്ടി 2026 വ്ളോഗ് ചെയ്യുന്ന ഞാൻ. അങ്ങനെ നേരെ കാര്യത്തിലോട്ട് വരാം. ചെറിയൊരു മോട്ടിവേറ്റഡാണ്. ഇത് 3ാമത്തെ അറ്റംപ്റ്റാണ്. എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്യുവാണ്. 2016 സ്റ്റാർട്ട് ചെയ്ത ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വ്ളോഗിങ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കണ്ടാൽ മതി. കാർത്തിക് സൂര്യ, സുജിത് പദ്ധൻ, അല്ലെങ്കിൽ M4 ടർക്ക്, മല്ലു ട്രാവലർ, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു 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 ഇതുപോലെ എനിക്ക് ചെയ്താൽ എന്താ, അല്ലെങ്കിൽ എനിക്കിതുപോലെ ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെയൊക്കെ നമ്മളുടെ മനസ്സിൽ തോന്നും. അങ്ങനെ തോന്നി 2016 തോന്നിയ കാര്യം കേട്ടോ. അങ്ങനെ തോന്നി നമ്മൾ ഒരാവശ്യത്തിന് പുറത്തൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, 10 വീഡിയോകൾ ഇടുന്നു, എവിടെ ആരും കാണുന്നില്ല, ഒരു ലൈക്കും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഒന്ന് അറ്റംപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ചൂട് കളഞ്ഞു, പോയി. പിന്നെ നമ്മൾ വീണ്ടും അറ്റൻഡ് ചെയ്തു. ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് മൊബൈലിൽ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ നമ്മളത് വീണ്ടും ഒന്നുകൂടെ മോട്ടിവേറ്റ് ആവും, വീണ്ടും ചെയ്യും. അങ്ങനെ ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്തു. അന്നും ഇതുപോലെ തന്നെ അടുത്ത വീഡിയോ ഇടുന്നു, ഒരു 10 വീഡിയോ ഇടുന്നു. അപ്പം ആദ്യമേ ഇട്ട വീഡിയോ രണ്ടാമതിട്ട വീഡിയോസെക്കാട്ടിലും മോശമാണല്ലോ. അപ്പോൾ നമ്മൾ ആ പഴയ വീഡിയോസെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ രണ്ടാമതിട്ട 10 വീഡിയോ അവിടെ കിടപ്പുണ്ട്. ഇപ്പം ഞാൻ മൂന്നാമതായിട്ട്, ഒന്നിൽ പഴച്ചാൽ 3 അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതിന് തൊട്ട് മുമ്പിട്ട് ആ ഒരു 10 വീഡിയോയിൽ ഏറ്റവും നല്ല വീഡിയോസ് നോക്കി അവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതായത് എനിക്ക് 2 വീഡിയോ നല്ലതെന്ന് തോന്നി, ബാക്കി 8 വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനിപ്പോൾ ഏകദേശം ഒരു പുതിയതായിട്ട് 5 വീഡിയോ ചെയ്തു. ഇതിപ്പോൾ 6ാമത്തെ വീഡിയോ ആണ്. അപ്പം ഇനിയും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയരുത് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതെൻ്റെ ഓർമ്മയിലും എൻ്റെ മനസ്സിലും ഉണ്ടാവണമല്ലോ, അതപ്പോൾ അത് സേവ് ചെയ്ത് വെക്കണമല്ലോ, അതിനുവേണ്ടി ഞാനിത് പറയണേ. അങ്ങനെ ഇനി ഡിലീറ്റ് ചെയ്യല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ്. അങ്ങനെ നല്ല മോട്ടിവേറ്റഡായിട്ട് വീണ്ടും തുടങ്ങി. 2026 ഞാനത് വ്ളോഗായിട്ട് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഞാൻ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഒരു കണ്ടമാണ്. കണ്ടത്തിൻ്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണിത് ഇവിടെ കാണാനൊക്കെ. അവനടുത്ത് വരുക, ഞാൻ ഓടിയാലോ, പണി കിട്ടുമോ, അതിങ്ങനെ നോക്കി നിൽക്കുക. അവൻ പേടിച്ചു പോയി കേട്ടോ. സത്യത്തിൽ ഞാൻ അവന്മാരെ കണ്ട് പേടിച്ചിരിക്കുക, പക്ഷെ ഇവന്മാരെ എന്നെ കണ്ട് പേടിച്ചു പോയി. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പം നമുക്ക് ആദ്യമേ വരുന്നത് ഒരു ചമ്മലാണ്. പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത് ഇറങ്ങിത്തിരിക്കുമ്പം നമ്മുടെ മനസ്സിൽ തോന്നും, അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്ത് വിചാരിക്കും, ഓരോരുത്തരും എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ കയറി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴും പിന്നോട്ട് പോകും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഒരു തീരുമാനമെടുത്തു, എന്ത് വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല, കണ്ടിന്യൂസ് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മുമ്പോട്ടുള്ളൊരു മോട്ടിവേഷൻ. അപ്പം കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ എനിക്കൊരു ഒരു 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 എന്തായാലും പറയുന്നത് ഒരു ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. എന്നാലും മാക്സിമം വീഡിയോസ് ചെയ്തു പോകാനാണ് എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ആഗ്രഹം. അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരു വ്ളോഗ് എന്നുള്ള രീതിയിൽ ഒരു ട്രെയിൽ ചെയ്യുന്നതാണ്. അപ്പം ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വീഡിയോസ് ചെയ്യും. അപ്പം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് കാണുന്നവർ ട്രാവൽ വീഡിയോ വരാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് പോലെ വരാം, ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വരാം. ഇതൊക്കെ ചെയ്യുന്നത് വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, വേറെ പണിയുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി ഒരു സൈഡായിട്ട് ചെയ്യുന്നതാണ്.
കുറേ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തു, അതിലൊന്നും ഇടുന്ന വീഡിയോയിൽ സക്സസ് ആകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിലെങ്കിലും ഒരു 1000 പേര് കണ്ടാലേ, 1000 സബ്സ്ക്രൈബർ കിട്ടിയാലേ അവർക്ക് വേണ്ടി നമുക്കിത് ചെയ്യാമല്ലോ. അവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത അത്രയും പേർക്ക് വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ നല്ലതായിട്ട് ചെയ്യണ്ടേ. ഒരു വ്ളോഗ് പോലെയാണ് എൻ്റെ മനസ്സിൽ. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിതൊരിങ്ങനെ നോക്കി നടക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടുന്നുണ്ടോ. ചിലപ്പോൾ വല്ല കുഴിയിലോട്ടൊക്കെ ആയിരിക്കും പോകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു രസം, അതായത് നമുക്കൊരു ആഗ്രഹം, എല്ലാവർക്കും ഓരോരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ എവിടെയോ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ എവിടെയോ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം തുടർന്നും വീഡിയോ ഉണ്ടാവും, ഒരു സപ്പോർട്ട് തരിക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.